അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായി വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ വെട്ടിപ്പൊളിച്ച കുഴിയിൽ പൗരസമിതി വാഴ നട്ട് പ്രതിഷേധിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, കട്ടപ്പന. അടിമാലി കുമളി ദേശീയപാതയിൽ കട്ടപ്പന ഇടുക്കി കവലയ്ക്ക് സമീപത്തായി വാട്ടർ അതോറിറ്റി റോഡിന് കുറുകെ പൈപ്പ് ഇടുന്നതിനായി റോഡ് വെട്ടിപ്പൊളിക്കുകയും പൈപ്പിടുകയും ചെയ്തിരുന്നു. എന്നാൽ വെട്ടിപ്പൊളിച്ച ഭാഗം ടാർ ചെയ്യാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു. 6 മാസം കഴിഞ്ഞിട്ടും റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് പൗരസമിതി വാഴ നട്ട് പ്രതിഷേധിച്ചത്. നിരവധി അപകടങ്ങളാണ് ഇവിടെ നടക്കുന്നത്. റോഡ് പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർക്കും വാട്ടർ അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് കുഴിയിൽ പൗരസമിതി വാഴ വച്ചത്. വെള്ളാങ്കണ്ണി പരിസരത്ത് താമസിക്കുന്ന നിവാസികളെ, ബഹുമാനപ്പെട്ട പത്രപ്രവർത്തകന്മാർ, സുഹൃത്തുക്കളെ, നമ്മളെ ഇന്ന് നമ്മുടെ ബഹുമാന്യനായ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ, ലോകമെമ്പാടും ആഘോഷിക്കുന്ന സുദിനത്തിൽ നമ്മൾ ഇന്നൊരു ചെറിയ സമരവുമായി ഈ ഹൈവേ റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ കാരണങ്ങളെ സംബന്ധിച്ചോളം ഈ പ്രദേശവാസികൾക്കെല്ലാം അറിയാം. കാരണം ഏതാണ്ട് 2-3 മാസമായി ഈ വലിയ ഒരു ഗർത്തം, അത് വാട്ടർ അതോറിറ്റിയാണ് ഇതിവിടെ ചെയ്തിരിക്കുന്നത്, പൈപ്പിടാൻ ചെയ്തതാണ്. പക്ഷേ അതിൻ്റെ ഒരു പുനർനിർമ്മാണം ഇതുവരെ അവർ ചെയ്തു തീർത്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഗർത്തത്തിൽ വീണ് സ്കൂട്ടർ അതുപോലെ കാറുകളിലൊക്കെ അപകടമുണ്ടായി. കഴിഞ്ഞ ദിവസം അപ്പുറത്തെ ഓടയിൽ ഒരു സ്കൂട്ടർ യാത്രക്കാരൻ വീണ് അദ്ദേഹത്തിന് തല പൊട്ടുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അടിമാലി കുമളി ഹൈവേയുടെ അതോറിറ്റി AXA ഈ വിവരം അറിയിക്കുകയും അവർ ഈ വിവരം അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. കാരണം ഈ റോഡിൽ ഇങ്ങനെ വലിയൊരു കുഴി കുഴിച്ച് അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. അവരതിനെപ്പറ്റി അന്വേഷിക്കാമെന്നെല്ലാം പറഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ 2 കൊട്ട മെറ്റിൽ ഇതിനകത്ത് പോരിവിട്ടു. അതിനുശേഷം നമ്മൾ വാട്ടർ അതോറിറ്റിയെ സമീപിച്ചു, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ സമീപിച്ചു. അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് അതിൻ്റെ ഉത്തരവാദികൾ, ഞങ്ങളാണ് ചെയ്തത്. പക്ഷേ സാറേ, അത് ഇപ്പോഴുള്ള പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗുരുതരമാണ്. കാരണം ഇത്രയും തിരക്കുള്ള ഈ ഹൈവേയിൽ ഈ സംവിധാനം അത് എത്രയും വേഗം പൂർത്തീകരിച്ചില്ലെങ്കിൽ അപകടങ്ങളുണ്ടാകും. ആ അപകടത്തിന് നിങ്ങൾ സമാധാനം പറയേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് ഇത് പൈനാവ് ഡിവിഷനിൽ നിന്നാണ് ഇത് ഫണ്ട് വരേണ്ടത് എന്നാണ് അദ്ദേഹം അവസാനം പറഞ്ഞത്. അദ്ദേഹം ഇപ്പോൾ ഒരാഴ്ച എന്തോ കോഴ്സിനൊക്കെ ആയിട്ട് പൂനായ്ക്ക് പോയിരിക്കുകയാണ്. ഞങ്ങളത് രേഖാമൂലം അവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് അടിയന്തരമായി ഈ 2 ഓടകൾ അടിയന്തരമായി ടാർ ചെയ്ത് പുനർനിർമ്മാണം നടത്തണമെന്നാണ് ഞങ്ങൾ ഈ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. ഈ ഭാഗത്തെ അപകടങ്ങൾക്ക് കാരണമാകുന്ന കുഴി ടാർ ചെയ്തില്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധത്തിലേക്ക് കടക്കാനാണ് പൗരസമിതിയുടെ തീരുമാനം. ഇടുക്കി ലൈവ് ന്യൂസ്, കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്. അഭിനയൊക്കെ എന്തെളുപ്പാ, വീട്ടുകാരെ നോക്കാനല്ലേ പാട്. അതിൽ പ്രധാനം വീട്ടുസാധനങ്ങളുടെ ഷോപ്പിംഗും. എന്നാൽ അക്കാര്യത്തിൽ ഇനി ടെൻഷനേ വേണ്ട. ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ. കിച്ചൺ അപ്ലയൻസസ്, ഇലക്ട്രോണിക് ഐറ്റംസ്, ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ്, അങ്ങനെ എല്ലാം ഹൈഫ്രഷിൽ കിട്ടും. സ്വന്തം പ്രൊഡക്ട്സ് ഉൾപ്പെടെ ഏറ്റവും മികച്ച ബ്രാൻഡുകളും ഹൈഫ്രഷിനല്ലാതെ മറ്റാർക്ക് നൽകാനാവില്ല. സ്വന്തം ഫാമിലെ ജൈവ പച്ചക്കറികളോടൊപ്പം പുറമേ നിന്നെടുക്കുന്നത് ഏറ്റവും മികച്ചത് മാത്രം. കൂടാതെ ഫ്രൂട്ട്സും ഫിഷ് ആൻഡ് മീറ്റും. ഈ ഒരു ഉറപ്പ് ഹൈഫ്രഷിന് മാത്രമേ നൽകാനാവൂ. കോസ്മെറ്റിക് ഐറ്റംസ്, ടോയ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയർ, സ്പോർട്സ് ഐറ്റംസ് എന്നിവയുടെ വിപുലമായ ശേഖരം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കോഫി കുടിച്ചിരിക്കാൻ ഇവിടെ ബേക്ക് ഫാക്ടറി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി വീട്ടുകാര്യങ്ങൾ നിറവേറ്റാൻ ഫ്രഷ് ആൻഡ് ബെസ്റ്റ് ചോയ്സ് അത് ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് തന്നെ. കട്ടപ്പന സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഹൈഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ്, സഹകരണ ബാങ്ക് ജംഗ്ഷൻ, കട്ടപ്പന.